+1 +2 പഠിച്ച ജസ്റ്റ് സർഫസിൽ കൂടെ ആയിട്ട് പോയിട്ടുള്ളൂ. നമ്മളൊന്നും അധികം പഠിച്ചിട്ടില്ല. ഇവിടെ വരുമ്പോഴേ അറിയണേ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിക്കാണ്ടെന്ന്. ജെയ്മീൻ പോലെ തന്നെയായിരുന്നു അവിടെ എഴുതുമ്പോഴും. അതുകൊണ്ട് അധികം ടെൻഷനൊന്നും ഇല്ലാതെ ജെയ്മീനൊക്കെ എഴുതാൻ പറ്റി. ഈ എക്സാം കുറച്ചുകൂടി ടഫായിരുന്നു, മോഡൽ എക്സാം. അപ്പൊ കുറച്ചുകൂടി കോൺസെപ്റ്റ്സ് ഒക്കെ സ്ട്രോങ് ആക്കാൻ പറ്റി. ക്ലാസ് ഒക്കെ നല്ലായിരുന്നു. ടീച്ചേഴ്സൊക്കെ നല്ല ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് എടുത്ത് നമുക്ക് എന്താണെന്ന് ചോദിക്കാം, ഒരു ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തരും. വന്നപ്പം +2 മാത്രം പഠിച്ചിങ്ങോട്ട് വന്നത്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പഠിച്ച് ടീച്ചർമാരുടെ എല്ലാവരും സപ്പോർട്ട് കാരണം ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചിട്ട് അവസാനം ഈ ഒരു സ്കോറിലെത്താൻ പറ്റി. ഹലോ എവ്രിവൺ, ബ്രില്യന്റിൽ നിന്ന് തന്നെ ജെയ്മെയിൻ സെഷൻ 1-ൽ 99% സ്കോറിന് മുകളിൽ കരസ്ഥമാക്കിയ ഒട്ടനവധി വിദ്യാർത്ഥികൾ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ. അക്കൂട്ടത്തിൽ ഒരു മിടുക്കനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. ആൻഡ് വെൽക്കം സംഗീത്. 99% സ്കോറിന് മുകളിൽ എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 99.109166. യെസ്, അത്രയും ഉയർന്ന ഒരു പെർസെന്റേജ് സ്കോർ ആണ് സംഗീത് കരസ്ഥമാക്കിയിരിക്കുന്നത്. സംഗീതിന്റെ വിശേഷങ്ങൾ നമുക്ക് സംഗീതിനോട് തന്നെ ചോദിച്ചറിയാം. First of all, congratulations for your amazing victory in JEE Session 1. അപ്പം എന്ത് തോന്നുന്നു? How do you feel right now? ഹാപ്പിയാണ്. യെസ്. അപ്പം ഇത്രയും ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നോ? ഇതിന്റെ അടുത്തൊക്കെ അതെ, ഏകദേശം ഇതിന്റെ ഒരു അടുത്തൊക്കെ ആയിട്ട് നമ്മൾ വിജയം പ്രതീക്ഷിച്ചിരുന്നു. സോ ഈ ജെയ്മെയിൻ സെഷൻ 1-ന് അപ്പിയർ ചെയ്തപ്പോഴത്തേക്കും ആസ് യു നോ നമുക്ക് ആ ഒരു വർഷത്തെ ഒരു ജേർണി ആയിരുന്നു. അതായത് സംഗീത് നമ്മുടെ ജെഇയുടെ റിപ്പീറ്റേഴ്സ് ബാച്ചിന്റെ ഭാഗമായിരുന്നു, E3 ബാച്ചിൽ. അപ്പം ഒരു വർഷം ഈ പറയുന്ന പോലെ ചിട്ടയായ ഒരു പരിശീലനം എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു ജേർണി ഓഫ് 1 year, ആ ഒരു റിപ്പീറ്റർ എന്ന് പറയുന്ന ഒരു ജേർണി? വന്നപ്പം +2 മാത്രം പഠിച്ചിങ്ങോട്ട് വന്നത്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പഠിച്ച് ടീച്ചർമാരുടെ എല്ലാവരും സപ്പോർട്ട് കാരണം ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചിട്ട് അവസാനം ഈ ഒരു സ്കോറിലെത്താൻ പറ്റി. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 2-3 മാസങ്ങൾക്ക് മുന്നേ തന്നെ, അതായത് നിങ്ങളുടെ എക്സാമിന് 2-3 മാസം മുന്നേ തന്നെ നമുക്ക് ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം കണ്ടിന്യൂസ്ലി നമുക്ക് എക്സാമിനേഷൻസ് ആയിരുന്നു. അപ്പം ആ ഒരു എക്സാമിനേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓൺലൈൻ മോഡിലാണ് എക്സാമിനേഷൻ നടത്തിയത്. അത് എത്രമാത്രം ബെനിഫിഷ്യൽ ആയിരുന്നു വെൻ കമ്പയർഡ് വിത്ത് യുവർ ആക്ച്വൽ ജെഇ മെയിൻസ് എക്സാമിനേഷൻ? ജെഇ മെയിൻ പോലെ തന്നെയായിരുന്നു അവിടെ എഴുതുമ്പോഴും. അതുകൊണ്ട് അധികം ടെൻഷനൊന്നും ഇല്ലാതെ ജെയ്മീനൊക്കെ എഴുതാൻ പറ്റി. ഈ എക്സാം കുറച്ചുകൂടി ടഫായിരുന്നു, മോഡൽ എക്സാം. അപ്പൊ കുറച്ചുകൂടി കോൺസെപ്റ്റ്സ് ഒക്കെ സ്ട്രോങ് ആക്കാൻ പറ്റി. ജെയിൽ നല്ലതായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. റിപ്പീറ്റേഴ്സിലേക്ക് വന്നപ്പോഴത്തേക്ക് ശരിക്കും 2 വർഷത്തെ +1 +2 പഠനത്തിന് ശേഷമാണ് റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പം റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോഴത്തേക്കും ഏറ്റവും ആദ്യം നമുക്ക് പേരൻസിന്റെ അടുത്തുനിന്നാണല്ലോ ഒരു സപ്പോർട്ട് വേണ്ടത്. ആദ്യം നമ്മുടെ ആഗ്രഹമുണ്ട്, പിന്നെ പേരൻസും കൂടെ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കുമാണല്ലോ ആ ഒരു സപ്പോർട്ട്. ഐ മീൻ ഫ്രം യുവർ ഫാമിലി ആൻഡ് അബൌട്ട് യുവർ ഫാമിലി, വീട്ടുകാരെ കുറിച്ച് ഒന്ന് പറയാമോ? വീട്ടില് അച്ഛൻ, അമ്മ, അനിയത്തിയുള്ള. ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ അവരെന്താ പറഞ്ഞത്? അത് കഴിഞ്ഞ പ്രാവശ്യം ജെഇ എഴുതി, പിന്നെ വേറെ എക്സാം എഴുതി, വേണ്ട ഒരു സ്കോർ എത്തിയില്ല. അപ്പൊ അച്ഛൻ തന്നെ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടാകും, പൊക്കോന്ന്. അപ്പം മോന്റെ വീട് നമ്മൾ മനസ്സിലാക്കുന്നു ഈ പരിസരത്തെങ്ങും അല്ല എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, എവിടെയാണ് നിന്റെ വീട് എന്ന് പറയാം? എന്റെ വീട് കാസർഗോഡ്. യെസ്. ആൻഡ് വൈ പാല? ഇവിടെ തന്നെ കുറെ കേട്ടായിരുന്നു ഇവിടെ ജെഇ എഴുതാൻ കുറച്ച് ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടേക്ക് തന്നെ വരാന്ന് തീരുമാനിച്ചു. ഓക്കെ, അപ്പൊ ആ ഒരു തീരുമാനം ഒരിക്കലും തെറ്റായി പോയിട്ടില്ല എന്നുള്ളത് നമ്മൾ തെളിയിച്ചിരിക്കുകയാണ് അല്ലെ. ആൻഡ് യു ഹാവ് സ്കോർഡ് ആൻ അമേസിംഗ് സ്കോർ ഓൾസോ. ആൻഡ് മോനെ, ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേരൻസിന്റെ സപ്പോർട്ട് ഉണ്ടാവും. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ റിപ്പീറ്റേഴ്സ് ബാച്ച് ആണെങ്കിൽ നമുക്ക് ഏത് പ്രോഗ്രാം നമ്മൾ എടുത്താലും വി ഓഫർ എ വെരി ഗുഡ് മെന്ററിങ്. ഇപ്പൊ നമുക്കൊരു ക്ലാസ് ടീച്ചർ ഉണ്ട്. ആൻഡ് ആ ഒരു ക്ലാസ് ടീച്ചറും നമ്മുടെ പേരൻസുമായിട്ട് കിട്ടുന്ന ഒരു റാപ്പോർട്ട് ഉണ്ടല്ലോ, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ക്ലാസ് ടീച്ചർ പാരൻസ് എന്ത് വിളിച്ച് ചോദിച്ചാലും കറക്റ്റ് ആയിട്ട് മറുപടിയൊക്കെ കൊടുക്കും. പിന്നെ എന്റെ കാര്യമൊക്കെ കൃത്യമായിട്ട് അവരിൽ എത്തിച്ചേക്കും. ശരിക്കും ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണല്ലേ. നമ്മുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എന്താണ് നടക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ടൊരു ധാരണ പേരൻസിനും കിട്ടുന്നുണ്ട്. ആൻഡ് അവരുടെ കൺസേൺസ് ആക്ച്വലി അവർക്ക് അഡ്രസ് ചെയ്യാനായിട്ട് നമ്മുടെ മെന്റേഴ്സും ഉണ്ടായിരുന്നു. സോ ഈ ഒരു മെന്ററിങ്ങും കാര്യങ്ങളും എല്ലാമായിട്ട് നമ്മുടെ ആ ഒരു റിപ്പീറ്റേഴ്സ് ബാച്ച് പോവും. ആൻഡ് മോർ ഓവർ നമുക്ക് തരുന്ന ക്ലാസ്സസ് ആൻഡ് ദ സ്റ്റഡി മെറ്റീരിയൽസ്, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ക്ലാസ് ഒക്കെ നല്ലായിരുന്നു. ടീച്ചേഴ്സൊക്കെ നല്ല ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് എടുത്ത് നമുക്ക് എന്താണെന്ന് ചോദിക്കാം, ഒരു ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തരും. മെറ്റീരിയൽ ഇവിടുന്ന് തരുന്ന മെറ്റീരിയൽ തന്നെ ചെയ്യണത്. ആദ്യം ഹോസ്റ്റലിന് വർക്ക് ബുക്ക് ചെയ്യും, പിന്നെ എക്സാമിന്റെ അടുത്താവുമ്പോഴേക്കും PYQs ചെയ്യും.
അത് തന്നെയായിരുന്നു മെയിനായിട്ട് ചെയ്യുന്നത്, വേറെ ഒന്നും എക്സ്ട്രാ നോക്കാറില്ല. എനിക്ക് തോന്നുന്നു പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു കൺസേൺ ആണ്, ലൈക്ക് പേരൻസിനാണെങ്കിലും അതെ കുട്ടികൾക്കാണെങ്കിലും അതെ, അയ്യോ ഇത് മതിയോ, അത് ധാരാളമാണ് അല്ലെ, ഇറ്റ്സ് മോർ ദാൻ ഇനഫ്, അത് വേറെ ഒന്നും ചെയ്യാൻ സമയം ഉണ്ടാവത്തില്ല. ഓക്കെ, അത്രമാത്രം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തു പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ക്രാക്ക് ജെഇ മെയിൻസ് ആൻഡ് ജെഇ അഡ്വാൻസ്ഡ് അല്ലേ. യെസ്. അപ്പം മോനെ ആ ഒരു ജേർണിയിൽ ശരിക്കും നമ്മളിപ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കുവാണെങ്കിൽ നമ്മൾ മെന്റേഴ്സിനെ കണ്ടു, അതേപോലെ തന്നെ നമ്മുടെ മെറ്റീരിയൽസ്, ക്ലാസ്സുകൾ. അപ്പൊ ക്ലാസ്സിന്റെ കാര്യം ഞാൻ ഒന്നും കൂടെ ഒന്ന് ചോദിക്കട്ടെ, ബിക്കോസ് ഇത്രയും നാളും എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഓൾറെഡി നമ്മൾ +1 and +2 പഠിച്ചതല്ലേ, പിന്നെ എന്നതാ ഇത് കൂടുതൽ ഈ പഠിക്കാനുള്ള എന്നൊരു സംശയം തോന്നും. അപ്പം അത്തരത്തിലൊരു കൺസേൺ റേസ് ചെയ്യുന്നവരോട് എന്നാ പറയാനുള്ളത്? +1 +2 പഠിച്ച ജസ്റ്റ് സർഫസിൽ കൂടെ ആയിട്ട് പോയിട്ടുള്ളൂ, നമ്മളൊന്നും അധികം പഠിച്ചിട്ടില്ല. ഇവിടെ വരുമ്പോഴറിയണേ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിക്കാണ്ടെന്ന്. അതെ, നമ്മൾ ഏറ്റവും ഒരു സർഫസ് ലെവൽ നോളജിലാണ് നിൽക്കുന്നത് അല്ലെ +1 +2. അതിനുശേഷം അത് ഇൻഡെപ്ത് ആയിട്ട് പല കാര്യങ്ങളും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലേക്ക് പോകുമ്പോഴത്തേക്കും. യെസ്. അപ്പം ആ ഒരു ഇൻഡെപ്ത് നോളജ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടാണ് കിട്ടിയതെന്നുള്ളതാണ് സംഗീതിന്റെ ഒരു അഭിപ്രായം. ഇപ്പം നമ്മുടെ ഏത് പ്രോഗ്രാം ആണെങ്കിലും, അത് നമ്മുടെ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം ആണെങ്കിലും ഫൗണ്ടേഷന്റെ പ്രോഗ്രാം ആണെങ്കിലും ഏത് പ്രോഗ്രാം ആണെങ്കിലും നമുക്കൊരു മെന്റർ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെയാണ്. അത് എപ്പോഴും കുട്ടികൾ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്ക് ഇവരോട് തന്നെ നേരിട്ട് അതിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. മോന്റെ മെന്റർ ആരായിരുന്നു, ആൻഡ് വാട്ട് വാസ് ഹിസ് സപ്പോർട്ട് ആൻഡ് വാട്ട് വാസ് ഹിസ് റോൾ? എന്റെ മെന്റർ ജോബിൻ സാറാ. ജോബിൻ സാറ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഞങ്ങള് ഇപ്പൊ എന്ത് പ്രശ്നം ഉണ്ടാണെങ്കിൽ പോയി പറയാൻ പറ്റും. പിന്നെ മാർക്കൊക്കെ ഒന്ന് കുറഞ്ഞു പോയാലും പ്രശ്നമില്ലെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കും. അടിപൊളിയായിരുന്നു. നമുക്ക് എല്ലാ തരത്തിലും ഒരു മെന്റൽ സപ്പോർട്ടും എല്ലാം നൽകുന്ന ഒരു മെന്റർ ആയിരുന്നു നമുക്ക് കൂടെ ഉണ്ടായിരുന്നു അല്ലെ. സോ സ്പെഷ്യൽ മെൻഷൻ ടു ജോബിൻ സർ. അപ്പം ആ ഒരു സപ്പോർട്ടോടു കൂടി തന്നെ ഇപ്പം നമുക്കറിയാം എക്സാമിനേഷൻസ് എഴുതി തുടങ്ങുമ്പോഴത്തേക്കുമാണ് പയ്യെ എല്ലാവർക്കും ആ ഒരു ടെൻഷനൊക്കെ വന്നു തുടങ്ങുക. അപ്പം ആദ്യത്തെ വീക്ക്ലി എക്സാംസ് ഒക്കെ അങ്ങനെ അങ്ങ് പോവും. അതിനുശേഷം മോഡലിലേക്കൊക്കെ അടുക്കുമ്പോഴത്തേക്കും, കാരണം യു ആർ ക്ലോസർ ടു ദ മെയിൻ എക്സാമിനേഷൻ, അപ്പം ആ ഒരു ഫേസിലേക്ക് വരുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പയ്യെ ടെൻഷനൊക്കെ വന്നു തുടങ്ങും. ആ ഒരു മോഡലിന്റെ സമയത്തെ പെർഫോമൻസിനെ പറ്റി ഒന്ന് പറയാമോ? നമ്മുടെ ആ ഒരു ഗ്രാഫ് എങ്ങനെയായിരുന്നു? മോഡലിന്റെ സമയത്തെന്ന് പറഞ്ഞാൽ ആദ്യത്തെ മോഡൽ എക്സാമിന് ഒരു 200+ മാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ അത് പെട്ടെന്ന് ടഫാക്കിയപ്പോ നല്ലോണം കുറഞ്ഞു, ഒരു 150 ആയിരുന്നു. പിന്നെ അത് ഇങ്ങനെ കുറയും കൂടെ തന്നെ ഉണ്ടായത്, എക്സാമിന്റെ അനുസരിച്ച് അങ്ങ് പോകും. അപ്പം അത് ആ ഒരു സമയത്തെ നമ്മുടെ ടെൻഷനെയൊക്കെ എങ്ങനെയാണെന്ന് മേക്കപ്പ് ചെയ്തത്? കാരണം പൊതുവെ നിങ്ങൾക്ക് പിള്ളേർക്ക് അങ്ങനെ ഒരു പേടിയും കാര്യങ്ങളും ഒക്കെ വരുമല്ലോ. പ്രത്യേകിച്ച് ഇങ്ങനെ ഗ്രാഫ് കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല. ഇതിങ്ങനെ കയറ്റം വരുമ്പോഴത്തേക്കും, കാരണം ഇപ്പം നിങ്ങളെ ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ ഇരിപ്പുണ്ട്. ബിക്കോസ് ഇനിയും ജെഇ മെയിൻ സെഷൻ 2 എഴുതാൻ പോകുന്നവരും, ഇപ്പം നമ്മുടെ ജെഇ മാത്രമല്ല നീറ്റിന് എഴുതുന്ന കുട്ടികളൊക്കെ ആണെങ്കിലും മോഡൽ എക്സാംസ് എഴുതുമ്പോഴത്തേക്കും മാർക്ക് കൂടുകയും കുറയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എല്ലാവർക്കും ടെൻഷനാണ്. അപ്പൊ എല്ലാരും വിചാരിക്കുന്നു അയ്യോ കൂടിയാലും പ്രശ്നം, കുറഞ്ഞാലും കൂടിക്കഴിഞ്ഞാൽ അയ്യോ ഇങ്ങനെ ആയിരിക്കല്ല മറ്റേ പരീക്ഷയിൽ, കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പോയി എല്ലാം കയ്യിൽ നിന്ന് പോയി എന്നുള്ള മട്ടിലായിരിക്കും ഇരിക്കുക. അപ്പൊ അവരോട് എന്താ പറയാനായിട്ടുള്ളത്? നമ്മള് കൂടുകയും കുറയുന്നൊന്നും നോക്കണ്ട, നമ്മളൊരു ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്യുക എന്നുള്ള മെയിനായിട്ട് ഇമ്പോർട്ടൻസ്. തെറ്റിയതൊക്കെ ചെയ്തു നോക്കണം. മാർക്കിലധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക, അത് തനിയെ അങ്ങ് വന്നോളും. ടെൻഷനൊക്കെ അടിക്കുമ്പം പാരൻസിന്റെ സപ്പോർട്ടും ടീച്ചേഴ്സിന്റെ സപ്പോർട്ടും പോയി അന്വേഷിക്കുക. പാരൻസ് എപ്പോഴും വിളിക്കുമ്പോൾ മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല, മാർക്ക് കൂടിയാലും പ്രത്യേകിച്ചൊന്നും പറയത്തില്ല. ടീച്ചേഴ്സ് ആയാലും ഭയങ്കര സപ്പോർട്ടാണ്. അപ്പൊ ആ ഒരു ടെൻഷനൊന്നും ഇല്ലാണ്ട് തന്നെ പോകാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം ഈ മാർക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ മാർക്ക് കൂടിയാലും കുറഞ്ഞാലും നമുക്ക് ഓരോ പരീക്ഷയും എന്ന് പറയുന്നത് നമുക്കൊരു പ്രിപ്പറേറ്ററി ഫേസ് തന്നെയാണ് അല്ലെ. അപ്പം തെറ്റിൽ നിന്നും നമുക്ക് ശരി പഠിക്കാമല്ലോ. അപ്പൊ ശരി നമുക്ക് ഓൾറെഡി നമുക്കറിയാം, പക്ഷെ തെറ്റിപ്പോയത് നമുക്കത് ശരിയാക്കി പഠിക്കുകയും ചെയ്യാം. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കോൺസെപ്ച്വൽ ക്ലാരിറ്റിയും എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ലതാൻ. അപ്പൊ മോനെ ആ ഒരു മോഡൽ എക്സാമിനേഷൻ കഴിഞ്ഞു, അതിനുശേഷം ഈ പറയുന്ന ജെഇ മെയിൻസ് എക്സാമിനേഷൻ എഴുതി. ആ എക്സാമിനേഷനെ ഫേസ് ചെയ്തപ്പോഴത്തേക്കും കുറേയധികം കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും, പുതിയതായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. കുറേ കാര്യങ്ങൾ നിങ്ങൾ ഈ പറയുന്ന പോലെ ട്യൂൺഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ആൻഡ് ഇനിയും ജെഇ മെയിൻ സെഷൻ 2 എഴുതാൻ പോകുന്ന ആൾക്കാരുണ്ടാവും. ആൻഡ് യു വിൽ ബി മോർ ഫോക്കസിങ് ഇൻ ടു ജെഇ അഡ്വാൻസ്ഡ് അല്ലേ.
അപ്പം ചിലപ്പോൾ ജെയ് മെയിൻസ് എഴുതുന്നുണ്ടോ? സെഷൻ 2 എഴുതുന്നുണ്ടോ? ഉണ്ട്. ആൻഡ് ജെയ് അഡ്വാൻസ്ഡ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് അറിയാം. അപ്പം ജെയ് മെയിൻ സെഷൻ 2 എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ചില ഡൂസ് ആൻഡ് ഡോൺസ് നമ്മൾ പറയത്തില്ലേ, വാട്ട് ടു ഡു ആൻഡ് വാട്ട് നോട്ട് ടു ഡു, അങ്ങനത്തെ ചില ടിപ്സ് ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? ഇനി അധികം ടെൻഷൻ ഒന്നും അടിക്കാതെ ഇരുന്ന് പഠിക്കുക. ബാക്ക്ലോഗ്സ് ഫിസിക്സും കെമിസ്ട്രി ഒക്കെ വല്ലതും ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുക. കുറെ അധികം ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുക. ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്യുന്ന മെയിൻ ഇത്. അധികം തിയറിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. പിന്നെ എക്സാമുകളിൽ പ്രത്യേകിച്ച് വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ജെഇ എഴുതിയാലും ഇവിടെ മോഡൽ എക്സാം എഴുതിയ പോലെ തന്നെ അതൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതുകൊണ്ട് അതിന്റെ വലിയ ടെൻഷൻ വരാനുള്ള ഇതില്ല. സോ അതിനുശേഷം ഇനിയിപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ there are actually a bunch of people like നമ്മൾ ടോപ്പേഴ്സ് ആയിട്ട് ഇപ്പൊ വന്നേക്കുന്ന ഒരു ജെഇ അഡ്വാൻസ്ഡ് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങളോ അല്ലെങ്കിൽ മോൻ എടുക്കുന്ന എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അതൊന്ന് പറയാം. ജെഇ അഡ്വാൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് കുറെ എക്സ്ട്രാ ടോപ്പിക് പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ നമ്മൾ അധികം ഫോക്കസ് ചെയ്യാൻ നിൽക്കാതെ നമുക്ക് അറിയാവുന്ന കാര്യം കൂടുതൽ സ്ട്രോങ് ആക്കിയിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് തന്നെ മുന്നോട്ട് പോവാം. അതിൽ എക്സ്ട്രാ ടോപ്പിക് പഠിക്കാൻ നിന്നാൽ രണ്ടും ഇല്ലാതാവും. അങ്ങനെ ഒരു അവസ്ഥ വരും. ഉള്ളത് നമ്മൾ സ്ട്രോങ് ആക്കി തന്നെയാണ് ഇപ്പൊ പോകുന്നത് അല്ലെ? ഇപ്പൊ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിനെ പറ്റിയും PYQs ഒക്കെ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ടോ? PYQs തന്നെ, വേറെ പുറത്തുനിന്നല്ലാതെ PYQs തന്നെ ചെയ്ത് വെക്കുക. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ജേർണി തന്നെയാണ് നമുക്ക് സംഗീതത്തിൽ കാണാനായിട്ട് പറ്റിയത്. അതിൽ അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാം ഉണ്ടായിരുന്നു. ആൻഡ് അതിനെല്ലാം ശേഷം ഇപ്പം ജെഇ മെയിൻ സെഷൻ 1 ക്വാളിഫൈ ചെയ്ത് ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ ഉണ്ട്. ആൻഡ് ഹി ഈസ് എയിമിങ് ഫോർ ആൻ IIT സീറ്റ്. അപ്പൊ ആ ഒരു IIT എന്ന് പറയുന്ന ഒരു ഡ്രീമിലേക്ക് സംഗീതം എത്തിച്ചേരട്ടെ എന്ന് വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കുന്നു. ആൻഡ് ജെഇ അഡ്വാൻസിന് ശേഷം വീണ്ടും നമുക്ക് ഒരുമിച്ച് ഇവിടെ കാണാനായിട്ട് സാധിക്കട്ടെ, ഒരു ഇന്റർവ്യൂവിന് ഉള്ള അവസരവും ഞങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കുന്നു. ആൻഡ് വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ഓൾസോ കൺഗ്രാറ്റുലേഷൻസ് ഫോർ യുവർ അച്ചീവ്മെന്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.